ഹായ് ഓൾ, വെൽക്കം ടു സൈലം ഗുരു. ഇനി വളരെ കുറച്ച് ദിവസമേ നമ്മുടെ പരീക്ഷയ്ക്ക് ബാക്കിയുള്ളൂ അല്ലേ? KTET 1 and 2 കാറ്റഗറി എക്സാം എഴുതുന്ന ആൾക്കാർക്ക് കുറച്ച് ദിവസങ്ങളെ പരീക്ഷയ്ക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ വളരെ നന്നായി പഠിച്ച് ഈ ഒരു സെക്ഷനിൽ, അതായത് ഗണിതശാസ്ത്രം മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പോർഷനിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിക്ക് പഠിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, ഇതുവരെ തുടങ്ങാതെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു പക്ഷെ ഇതുവരെ ഒന്നും പഠിക്കാനുള്ള സമയം കിട്ടാത്ത ആൾക്കാരും, ഇനിയിപ്പോൾ ഈ എക്സാമിന് പോയാൽ എനിക്ക് കിട്ടുമോ എന്നൊക്കെ സംശയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ആൾക്കാർക്കും കൂടെ വേണ്ടിയിട്ടാണിത്. കാരണം ഈ കുറച്ച് ദിവസത്തിനകം നമുക്കെങ്ങനെ മാക്സിമം മാർക്ക് മാത്സിൽ, അതായത് ഗണിതശാസ്ത്രത്തിൽ നേടിയെടുക്കാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇതിന് നിങ്ങൾക്ക് വേണ്ടത് എന്താ? ഒരു വിശ്വാസമാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം വേണം. എന്നെക്കൊണ്ട് പറ്റും, ഈ കുറച്ച് ദിവസങ്ങളിൽ പഠിച്ചാലും എനിക്കിത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും എന്ന വിശ്വാസം നിങ്ങളിൽ വേണം. നമുക്കറിയാം ഈ KTET എക്സാം എന്ന് പറയുന്നത് എന്താ? ഒരു ക്വാളിഫയിങ് എക്സാമാണ്. നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ LP എക്സാമും UP എക്സാമും ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വാളിഫയിങ് എക്സാമാണ് ഈ KTET എക്സാം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമുക്കിവിടെ റാങ്ക് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ മാർക്ക് അങ്ങ് സ്കോർ ചെയ്താൽ മതി അല്ലേ? ആ കട്ട് ഓഫ് മാർക്ക് കിടന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുകയാണ്. സോ എങ്ങനെയാണ് നമ്മൾ അതിന് ഏത് രീതിയിൽ ഇനി പഠിച്ചാൽ നമുക്ക് ആ മാക്സിമം മാർക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും എന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇനി തുടക്കക്കാരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സിലബസ് എന്താണെന്ന് ആദ്യം ഒന്ന് ഡൗൺലോഡ് ചെയ്ത്, പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ നിന്നും സിലബസ് കിട്ടും. ആ സിലബസ് ഡൗൺലോഡ് ചെയ്ത് അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, എന്തൊക്കെയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെ പോർഷൻസ് ആണ് വരുന്നത് എന്നൊന്ന് നോക്കി വെക്കുക. അതിനുശേഷം പിന്നീട് നമ്മൾ പോവേണ്ടത് നേരെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സിലേക്കാണ്. ഓക്കെ, ഇത് എന്തിനാണ്? ഈ ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഐഡിയ ആണ് ഈ പറയുന്നത്. അപ്പോൾ സിലബസ് മനസ്സിലാക്കുക, അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ 1-2 എണ്ണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കുറേയേറെ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഒരു ഏരിയ എടുത്തിട്ടുണ്ടെങ്കിൽ അതേ ഏരിയ എന്നുള്ള അതേപോലത്തെ ചോദ്യങ്ങളായിരിക്കും തൊട്ടടുത്ത വർഷം വന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഒരു സീരീസ് ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെ ഭാഗങ്ങളാണ് അതുപോലെ വരാറുള്ളത് എന്ന്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനോടുള്ള എന്താണ്, ആ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ പോർഷൻ ആണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്, ഏതൊക്കെ പോർഷൻ ആണ് സിലബസിൽ തന്നിട്ടുള്ളത്, ഒട്ടും തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാത്ത പോർഷനും ഉണ്ട്, അതുപോലെ സിലബസിൽ ഇല്ലാത്ത പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോർഷനും ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പർ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു, ഏതൊക്കെ ഏരിയ ആണ് ഇമ്പോർട്ടൻ്റ്, ഏതൊക്കെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവിടെ നിന്ന് കിട്ടും. പിന്നെ മാത്സിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ജോമെട്രി ഒക്കെ ചെയ്യുവാണെങ്കിൽ ജോമെട്രിയിൽ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ത്രികോണത്തിൻ്റെ ഏരിയ, അതുപോലെ സമഭുജ ത്രികോണത്തിൻ്റെ എന്താണ് ഡയഗണൽസ് തന്നിട്ട് അതിൻ്റെ ഏരിയ. അപ്പോൾ ഇതൊക്കെ കാണാനുള്ള ഫോർമുലകളുണ്ട്. അതുപോലെ ചതുരത്തിൻ്റെ ആയാലും ഒരു ചതുരത്തിൻ്റെ വികരണം കണ്ടെത്താനുള്ളത്, ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ പരീക്ഷകളിലും ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം അങ്ങ് പഠിച്ചെടുത്താൽ അവിടെ നിന്ന് വരുന്ന ചോദ്യം നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ അതെല്ലാം, അതായത് ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻ്റ് ഏരിയ മനസ്സിലാക്കി ഫോർമുലകളൊക്കെ പഠിച്ചിട്ട് കുറേ ചോദ്യങ്ങൾ അങ്ങ് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ, അതായത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് പുസ്തകങ്ങളുണ്ട്, ബുക്സുകളുണ്ട്, പിന്നെ നല്ല യൂട്യൂബിലായാലും പല പല വീഡിയോസിൽ ഒരുപാട് ക്ലാസ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ, ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ആദ്യം പഠിച്ചത് തന്നെ റിവൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ പഠനം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തുടക്കക്കാർക്ക്, ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഫുൾ മാർക്കും കിട്ടും.
ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് പെഡഗോജിയുടെ പോർഷനാണ്, മാത്തമാറ്റിക്സ് ആൻഡ് പെഡഗോജി. ആ പെഡഗോജിയുടെ പോർഷനും ഈ പറയുന്നത് പോലെ നമ്മൾ എന്നും ചോദിക്കുന്ന കുറേ ഗണിതശാസ്ത്രജ്ഞന്മാർ, ഗ്രന്ഥങ്ങൾ, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരേ രീതിക്കുള്ള ചോദ്യങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ 4 ഓപ്ഷൻ എഴുതി ആ ഒരു ഓപ്ഷൻ ആയിരിക്കും ശരി, ബാക്കി 2 ഓപ്ഷനിൽ, ബാക്കി 3 ഓപ്ഷനിൽ എങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ ഇത് കാറ്റഗറി 1ൻ്റെ സിലബസ് ആണ്. ഇവിടെ നമുക്ക് ഗണിതശാസ്ത്രത്തിന് 30 മാർക്കിനാണ് അല്ലേ, 30 ചോദ്യങ്ങളുണ്ട്, 30 മാർക്കേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഈ 30 മാർക്കും നമുക്ക് സിമ്പിളായിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ KTET 1 എക്സാമിൻ്റെ സിലബസ്. ഈ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്പേഴ്സ്, പിന്നീട് ജോമെട്രി, മെഷർമെൻറ്റ്, ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ട് ഇതിൽ തന്നെ നമ്പേഴ്സിൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്, ഫാക്ടേഴ്സ് വരുന്നുണ്ട്, പ്ലേസ് വാല്യൂ, ഓർഡറിങ്, അഡീഷൻ, പിന്നെ ഫ്രാക്ഷൻസിലാണെങ്കിൽ ഫ്രാക്ഷൻസിനെ കുറിച്ചുള്ള ചോദ്യം എപ്പോഴും കാണാറുള്ളതാണ്. പിന്നീട് ഇവിടെ ഡെസിമൽസ്, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ എന്ന് പറയുന്ന പോർഷനിൽ നിന്നാണ് സിലബസ് ആയിട്ട് തന്നിരിക്കുന്നത്. പിന്നെ അങ്ങനെ ജോമെട്രിയിലേക്ക് പോവുകയാണ്. നമ്പേഴ്സ് അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതല്ലാണ്ടും നമ്പേഴ്സ് എന്ന് പല ചോദ്യങ്ങളും വരാറുണ്ട്. നമുക്ക് ലാഭവും നഷ്ടവും, സമയവും ദൂരവും, അതുപോലെ ആവറേജ്, എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്ന ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ല. പിന്നെ ജോമെട്രി എടുത്തു കഴിഞ്ഞാൽ ജോമെട്രിയിൽ സമാന്തര വരകൾ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായി 2-3 മാർക്ക് നമുക്ക് നേടിയെടുക്കാം. അതുപോലെ ത്രികോണത്തിൻ്റെയും ചതുരത്തിൻ്റെയും വിസ്തീർണം കാണാനുള്ള സമവാക്യം അറിഞ്ഞാലും സിമ്പിളായിട്ട് 2-3 മാർക്ക് നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ അതായത് പോളിഗൺസ്, ബഹുഭുജങ്ങൾ, ആ ഒരു ഏരിയയും ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നും 1-2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ ജോമെട്രിയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ആകെ ഏരിയ ഓഫ് റെക്റ്റാങ്കിളും പാറ്റേൺ ഓഫ് ജോമെട്രിക്കൽ ഫിഗർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്നും ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് മെഷർമെൻ്റ് ആണ്, വെയിറ്റ്, കപ്പാസിറ്റി, അതായത് ഒരു ടൺ എത്രയാണ്, യൂണിറ്റ് അളവുകളും തന്നിട്ടുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ സിലബസ് മാത്രമല്ല, സിലബസ് അറിഞ്ഞിരിക്കണം, പക്ഷെ സിലബസിന് പുറമേ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ KTET കാറ്റഗറി 1 2022 ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. ഇവിടെ നോക്കൂ, 2022 സ്വാതന്ത്ര്യദിനം മുതൽ ആ വർഷത്തെ ഗാന്ധി ജയന്തി ദിനം വരെ ആകെ എത്ര ദിവസങ്ങളുണ്ട്? ഇത് ഏത് പോർഷനിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്? കലണ്ടർ. കണ്ടോ, കലണ്ടർ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. കലണ്ടർ നമുക്ക് എന്താ പഠിക്കാനായിട്ട് സിലബസിലൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ചോദ്യം വരും. എന്തായാലും ഒരു ചോദ്യം കലണ്ടറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ കലണ്ടർ ഒന്ന് പഠിച്ചു വെക്കുക. അത് സിമ്പിൾ ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കലണ്ടറിൽ നിന്ന് 1 മാർക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് ക്ലോക്കിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സമയം അല്ലേ, അതായത് ഒരു സമയം തന്നിട്ട് അതിൻ്റെ ആംഗിൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിബിംബം ചോദിക്കാറുണ്ട്. ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്ലോക്കിൽ നിന്ന് ഈ 2 ഭാഗങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ 1 മാർക്ക് കിട്ടി. അപ്പോൾ കലണ്ടറും ക്ലോക്കും നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ്. എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അതിനകത്തെ ചോദ്യങ്ങൾ കാണാൻ പറ്റും. ഇനി ഇത് നോക്കൂ, ഒരു കച്ചവടക്കാരൻ ഒരു പുസ്തകം 12% ലാഭത്തിന് വിറ്റപ്പോൾ 560 രൂപ കിട്ടി. പുസ്തകത്തിൻ്റെ വാങ്ങിയ വില. എവിടെ നിന്ന് വന്നതാണിത്? ഇത് ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. ലാഭവും നഷ്ടവും, എങ്ങനെയാണ് നമ്മൾ ലാഭവും നഷ്ടവും കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഏരിയ എടുത്ത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള മാർക്കായി. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ KTET 1 2022 2 ചോദ്യങ്ങളാണ് ഇങ്ങനെ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ആ ഒരു ഏരിയ പഠിച്ചാൽ അവിടെ നിന്നും കിട്ടും 2 മാർക്ക്. ഇനി 2.5 കിലോ മാങ്ങയുടെ വില 105 ആണെങ്കിൽ 4 കിലോ മാങ്ങയുടെ വിലയാണ് എത്രയാണെന്ന്? ഇതൊക്കെ സിമ്പിൾ മാത്സ് ആണ് അല്ലേ? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ വരുന്ന ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. രാമുവിൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ തുക 5 വർഷം മുമ്പ് 32 ആയിരുന്നു. ഇനി 5 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക. ഇതെവിടുന്നാ? ഏജ് പ്രോബ്ലം അല്ലേ? വയസ്സ് പറയുന്ന പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ ഏജിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചതാണ് ഈ ഒരു ചോദ്യം. ഇത് നമുക്ക് സിലബസിൽ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതുപോലെ വരുന്നതാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സമയവും ദൂരവും എന്ന് പറയുന്ന പോർഷൻ, ആവറേജ്, ശരാശരി, ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇത് സിലബസിൽ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സെൻറ്റൻസ് ആയിട്ട് ആവറേജ് എന്നോ ലാഭവും നഷ്ടമെന്നോ തന്നിട്ടില്ല. പക്ഷെ അവർ ആദ്യമേ പറയുന്നുണ്ട് 1 മുതൽ, അതായത് UP ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമ്മളോട് പഠിക്കണം എന്ന്. അവിടെ കുട്ടികൾ പഠിക്കുന്നതാണ് ഇതൊക്കെ.
അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു ഐഡിയ വേണം എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വരുന്നത്, ഏതൊക്കെ ഏരിയ പഠിച്ചാൽ ആ ഒരു മാർക്ക് ഷുവറായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്തവണത്തെ കേറ്റിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഏരിയ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു രീതിക്കൊന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഇത് നമുക്ക് എഴുതിയെടുക്കാം. ഇതേ നോക്കൂ, ജാമിതി അതായത് ജോമെട്രിയുടെ പോർഷൻ എന്ന്, അതായത് കോണുകൾ വരുന്നത്, ഏരിയ വരുന്നത്, ആ ഒരു ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ ബഹുഭുജങ്ങളുടെ വശങ്ങളുടെ എണ്ണം വരുന്ന ആ ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ജാമിതിയിൽ നിന്ന് മാർക്ക് കിട്ടും. അതുപോലെ ബോർഡ് മാസ് എപ്പോഴും ചോദിക്കുന്നതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 10 - 2 ഹരിക്കണം 3 × 5 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തരാറില്ലേ, അതാണ് ഈ ബോർഡ് മാസിൽ നിന്നും ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിനെ നോക്കിയാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും, ആ ക്വസ്റ്റ്യൻ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നീട് ശ്രേണികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5, 10, 15, ഞാനൊരു എക്സാമ്പിൾ എഴുതാണ്, എക്സെട്ര, അടുത്ത സംഖ്യ ഏതാണ് എന്ന് കണ്ടിട്ടില്ലേ നിങ്ങൾ, അതാണ് ശ്രേണികൾ. അപ്പോൾ ശ്രേണികളിൽ നിന്നുള്ള ചോദ്യം എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ശ്രേണികൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഷുവറാണ്. എണ്ണൽ സംഖ്യകളുടെ തുക, 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക, അല്ലെങ്കിൽ 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക, അല്ലേ, അതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അത് പഠിക്കണം. ഭിന്നസംഖ്യകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഭിന്നസംഖ്യകളുടെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ അതൊക്കെ പഠിക്കണം. അതായത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ തരും, 3 1/2 + 5/4 എന്നൊക്കെ പറഞ്ഞ് = എത്രയാണ് എന്നുള്ളത്. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, അതെന്തായാലും പഠിക്കണം, വിട്ടുകളയരുത്. പിന്നെ ക്ലോക്കും കലണ്ടറും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് ക്ലോക്കിൽ നിന്നും കലണ്ടറിൽ നിന്നും. ലാഭവും നഷ്ടവും ഇവ പറഞ്ഞു തന്നെയാണ്, സമയവും ദൂരവും. പിന്നെ ഗണിതശാസ്ത്രജ്ഞന്മാരും ഗ്രന്ഥങ്ങളും ഗണിതശാസ്ത്ര ദിനവും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എപ്പോഴും റിപ്പീറ്റഡായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലേ. എലമെന്റ്സ് എന്ന കൃതി രചിച്ചത് ആര്? യൂക്ലിഡാണ്, നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും വരാറുള്ളതാണ്. നാഷണൽ മാത്തമാറ്റിക്സ് ഡേ എന്നാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ 23 നടന്ന നമ്മുടെ പരീക്ഷ, കഴിഞ്ഞ കേറ്റിട്ട് എക്സാമിന് 3 ചോദ്യങ്ങളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഒന്ന് രാമാനുജൻ സംഖ്യ ഏതാണ്, പിന്നീട് ഗണിതശാസ്ത്ര ദിനം ഏതാണ്, പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. അങ്ങനെ 3 ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനി ആഗമന രീതി, നിഗമന രീതി, ഇത് നമ്മുടെ പെഡഗോജി പോർഷനിൽ വരുന്നതാണ്. ആഗമന രീതി, നിഗമന രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ചോദ്യം സിമ്പിളായി ആൻസർ ചെയ്യാം. പിന്നെ അടഞ്ഞ ചോദ്യം, തുറന്ന ചോദ്യം, ഇതും എപ്പോഴും റിപ്പീറ്റഡായി ചോദിക്കുന്ന ചോദ്യം. പിന്നെ സോഫ്റ്റ്വെയറുകൾ, ഇപ്പോൾ ജിയോജിബ്ര, കിഗ് അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഗണിതശാസ്ത്ര സോഫ്റ്റ്വെയറിൽ പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്കായി പഠിപ്പിക്കുന്ന ഗണിതശാസ്ത്ര സോഫ്റ്റ്വെയറിൽ പെടാത്തത് ഏതാ, അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിലെ ഏതെങ്കിലും ഒരു കീ തന്നിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ആ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമ്മളൊന്ന് മനസ്സിരുത്തി ഇനിയുള്ള ദിവസങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് 30 ഇല്ലെങ്കിലും ഒരു 25 മാർക്കെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മാത്സ് പോർഷനിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ പഠനത്തെ കൊണ്ടുപോവുക. അപ്പോൾ ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കരുത്. എല്ലാവരും തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മാത്രം നന്നായി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അറ്റംപ്റ്റിൽ തന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തവണത്തെ കേറ്റിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.